അവൻ ശരിക്കും ഒരു പ്രേമ പരവശനായി. ഉണ്ണിക്കുട്ടൻ ഒരു പെൺകുട്ടിയോടൊപ്പം കറങ്ങുന്നത് കണ്ടതായി അമ്പിളിക്കുട്ടൻ ആതിരയോട് പറയുന്നു. അവനെ ഏത് പെണ്ണ് പ്രേമിക്കാനാ? ഉണ്ണിക്കുട്ടൻ സ്റ്റെഫിയെ വിളിക്കാൻ ശ്രമിക്കുന്നെങ്കിലും കിട്ടുന്നില്ല. തുടർന്ന് കാണുക. ഉണ്ണിക്കുട്ട, ഇന്നേ ഏഞ്ചലാ എനിക്കെല്ലാം തൊട്ട് കാണിച്ചു തന്നെ. ഏഞ്ചൽ ഓരോന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഈ കണ്ണുകൊണ്ട് കാണുന്ന പോലെ എനിക്ക് തോന്നിയത്. ഉണ്ണിക്കുട്ടനും അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരണം കേട്ടോ. തരാം. ഇപ്പൊ മണിക്കുട്ടി പോയി കിടന്നുറങ്ങ്. ഇല്ല, എനിക്ക് ഉണ്ണിക്കുട്ടനെ അടുത്തിരിക്കണം. ഉണ്ണിക്കുട്ട, എനിക്ക് ഉറക്കം വരുന്നില്ല. ഉണ്ണിക്കുട്ടൻ എനിക്ക് ഒരു കുഞ്ഞിക്കുരുവിയുടെ കഥയില്ലേ, അത് പറഞ്ഞുതരണം. എനിക്ക് ആ കഥ കേൾക്കണം. കഥ പറ ഉണ്ണിക്കുട്ട. ഉണ്ണിക്കുട്ട, ഏഞ്ചല്ലേ, ഉണ്ണിക്കുട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് കുഞ്ഞിക്കുരുവിയുടെ കഥ കേൾക്കണം. മണിക്കുട്ടി, നീ പോയേ. കഥ പറയാനുള്ള മൂഡിലല്ല ഞാൻ. ഞാൻ എപ്പോ ചോദിച്ചാലും എനിക്ക് ആ കഥ പറഞ്ഞു തരുന്നല്ലേ, എന്നിട്ടെന്താ ഇപ്പൊ പറയാത്തെ? ഇന്ന് ഓഫീസിൽ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ഞാൻ ആകെ ടയർഡാ. ആണോ? എങ്കിലേ ഉണ്ണിക്കുട്ടൻ എന്റെ മടി കിടന്ന് ഉറങ്ങിക്കോ. പെട്ടെന്ന് ഉറക്കം വരും. എനിക്ക് വിഷമം വരുമ്പഴേ ഞാൻ കനിമയുടെ മടിയിലല്ല കിടക്കുന്നേ. പെട്ടെന്ന് ഉറക്കം വരും എനിക്ക്. വാ ഉണ്ണിക്കുട്ടനെ, ഞാൻ ഇന്ന് പാട്ട് പാടി ഉറക്കാം. വാ ഉണ്ണിക്കുട്ട. ഏഞ്ചലെ, നിങ്ങൾ മുറിയിലോട്ട് പോ. മണിക്കുട്ടി, പാട്ടും കഥയൊക്കെ നാളെ ആവാം. രാവിലെ രണ്ടാൾ എന്റെ മുറിയിലേക്ക് വന്നാൽ മതി. ചെല്ലേ, പോയി കിടന്നുറങ്ങ്. രാവിലെ ഉണ്ണിക്കുട്ട ഓഫീസിൽ പോയില്ലേ? ഇല്ല, മണിക്കുട്ടിയുടെ കളിയും ചിരിയൊക്കെ കണ്ടിട്ടേ ഞാൻ പോവും. ആണോ? എങ്കിൽ ഞങ്ങൾ രാവിലെ വരാം. പിന്നെ രാവിലെ വരും, കിളികളൊക്കെ ഉണരുന്നതിന് മുമ്പ്. കേട്ടല്ലോ? ചെല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മണിക്കുട്ടി. ഉണ്ണിക്കുട്ടനെന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? വേണം. ഇപ്പൊ വരാന്നാ പറഞ്ഞേ. ഫോണിൽ ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. എത്ര വിളി വിളിച്ചു ഉണ്ണിക്കുട്ടാ? ഇപ്പോഴാണോ വരാ? എടുത്തു കഴിക്ക്. ഉണ്ണിക്കുട്ട, 10:30 എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ നേരെ അവിടേക്ക് പോവാ. ഓഫീസിലെത്താൻ ഉച്ച കഴിയും. ഇന്നലെ സെയിൽസ് ഇൻവോയ്സ് മെയിൽ ചെയ്തിട്ടില്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യണം. അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. പിന്നെ ബാങ്ക് മാനേജറെ വിളിക്കാൻ മറക്കരുത്. ചെക്കിന്റെ ഡേറ്റ് എന്നാ. ഡേ ബുക്കും വൗച്ചേഴ്സും ചെക്ക് ചെയ്യണം. ഹലോ, സോറി, റോങ് നമ്പർ. ഉണ്ണിക്കുട്ടാ, പോർച്ചിൽ എൻ്റെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. പൊടി പിടിച്ചിരിക്കാവും. ആ ബൈക്ക് താനെടുത്തോ.
ഉണ്ണിക്കുട്ടിയായിട്ട് ഇനി പപ്പയുടെ ബൈക്കിൽ ഓഫീസിൽ പോകുന്നേ. ആണോ? ഏഞ്ചലെ, സ്റ്റെഫി ആൻറ്റി മോളെ കാണാൻ വരാറില്ലേ? ഇല്ല. എന്താ ഉണ്ണിക്കുട്ടിയേട്ടാ? ഉണ്ണിക്കുട്ടിയേട്ടനെ സ്റ്റെഫി ആൻറ്റി അറിയോ? ഇല്ല, മോളുടെ ആൻറ്റിയെ കുറിച്ച് ഓഫീസിലെ മാനേജർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്റ്റെഫി ആൻറ്റിയും കാട്ടി ഇഷ്ടം കോശിയപ്പാപ്പനെ. അതാരാ? അതാരാ ഏഞ്ചലെ? അതോ? അതെ, എന്റെ മരിച്ചുപോയ മമ്മിയുടെ അച്ഛനാ. അല്ല, അവരൊക്കെ എവിടെയാ താമസിക്കുന്നേ? പപ്പ എന്നെ പണ്ടുകൊണ്ടുപോയിട്ടുള്ളതാ. ഒരു പള്ളിയുണ്ട്, അവിടുന്ന് റൈറ്റ് പോകുമ്പോ ഒരു റബ്ബർ എസ്റ്റേറ്റ്, അവിടുന്ന് നേരെ പോകുമ്പോഴാ മമ്മിയുടെ വീട്. ഏത് പള്ളി? ആ സ്ഥലം എനിക്കറിയില്ല. സ്റ്റെഫി ആന്റിന്റെ വീട് എനിക്കറിയാം. ഞങ്ങളുടെ പള്ളി എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയാലോ. വലിയ പള്ളിയാ അല്ല ഉണ്ണിക്കുട്ട? ഏഞ്ചലെ, മോളൊന്ന് ഓർത്തു നോക്കിയേ. സ്റ്റെഫി ആൻറ്റി താമസിക്കുന്ന എവിടാന്ന് മോൾക്കല്ലേ അറിയൂ? എനിക്ക് അറിയില്ല ഉണ്ണിക്കുട്ടേട്ടാ. ഞാൻ പോയി പപ്പ അരച്ചിട്ട് വരാം. അയ്യോ, വേണ്ട 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 ഏഞ്ചലെ. അല്ല, ഉണ്ണിക്കുട്ടേട്ട എന്തിനാ സ്റ്റെഫി ആന്റിന്റെ വീട് വയ്ക്കുന്നേ? അത് മോള് കഴിക്ക്. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, നീ ഇന്ന് ഓഫീസിൽ പോന്നില്ലേ? ഇല്ല. നീ എന്തായി പറയുന്നേ? നീ ഓഫീസിൽ പോകാണ്ടിരുന്ന എങ്ങനെയാ? വേഗം പോവാൻ നോക്ക്. ഞാനിന്ന് പോകുന്നില്ല ചേച്ചി. കാരണം എന്താ? ഓഫീസിലേക്കെന്നും പറഞ്ഞ് ഒരുങ്ങിയിറങ്ങിയിട്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെ? ഇന്ന് വരുന്നില്ല എന്ന് ഞാൻ സാറെ വിളിച്ച് പറഞ്ഞോളാം. എന്താ ഉണ്ണിക്കുട്ടായി പറയുന്ന? അദ്ദേഹം എന്ത് വിചാരിക്കും? അവിടെ പിടിപ്പത്ത് പണി കാണില്ലേ? നീ പോ. എന്റെ ചേച്ചി, എനിക്കിന്ന് പോകാൻ തോന്നുന്നില്ല, അതുകൊണ്ടല്ലേ. നിനക്കതെങ്കിൽ സാറിനോട് പറയായിരുന്നില്ലേ? സാറ് പ്രതീക്ഷിക്കില്ലേ? വരില്ല എന്നുള്ളത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം ചേച്ചി. ഉണ്ണിക്കുട്ട, ഇന്നലെ രാത്രി വന്ന് കയറിയപ്പോ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. നിനക്ക് എന്തു പറ്റി? 100 വിളി വിളിച്ചിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും നീ വന്നത്. സാർ നിന്നോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? എവിടെ? നിന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. പോർച്ചിലിരിക്കുന്ന ബൈക്ക് നിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ സാറ് പറഞ്ഞിട്ടുണ്ട്, അതോർമ്മയുണ്ടോ? അന്നേരമൊക്കെ നിന്റെ ശ്രദ്ധ ഫോണിലായിരുന്നു. എടുത്തു വെച്ച ഭക്ഷണം കൂടി നീ തൊട്ടിട്ടില്ല. എന്താ ഉണ്ണിക്കുട്ടൻ നിനക്ക് പറ്റിയത്? എന്താണെങ്കിലും പറയുന്നേ. ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലെന്നോ? ദേ, എന്റെ മുഖത്ത് നോക്കി നീ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് നീ കനിച്ചേച്ചിയോട് പറ. ഒന്നുമില്ല കനിച്ചേച്ചി. എന്താ മോനെ, ഓഫീസിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഉണ്ണിക്കുട്ട, നിന്നെ കൂട്ടാതെ ഞാനും മണിക്കുട്ടി എങ്ങും പോയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയത് നിന്നോടൊന്ന് പറയാണ്ട് കൂടിയാ. സാറൊരു ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞപ്പോ മണിക്കുട്ടി ഏഞ്ചല് ഒത്തിരി സന്തോഷത്തിലായി. ഇറങ്ങാൻ നേരം പോലും നിന്നെ വന്നൊന്ന് കാണാൻ എനിക്ക് പറ്റിയില്ല. വണ്ടി കയറി കഴിഞ്ഞപ്പോഴാ എനിക്കതിൽ വേദന തോന്നിയത്. ഇന്നലെ നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മണിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമാവുമായിരുന്നു. അതൊക്കെ അരിസാർ എന്നോട് പറഞ്ഞല്ലോ. എനിക്ക് ഇന്നലെ ഓഫീസിൽ ഒത്തിരി പണിയുണ്ടായിരുന്നു. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊരു പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ
എന്തിനാ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത്? എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്ടേ? എനിക്കൊരു ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഈ വീട്ടില്ലാന്ന് വെച്ചാ എന്റെ പ്രശ്നം എന്താന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ മുറിയിൽ നിന്ന് പോകുന്നുള്ളോ? പിച്ചളെ, ബായി എത്തിയോ? എത്തി പിച്ചളെ. ഞാനിപ്പോ പിച്ചള പറഞ്ഞ സ്ഥലത്തുണ്ട്. അങ്ങനെ മതികലയെ കൊന്ന കുറ്റം തീർന്നു അല്ലേ ബായി? ആ അതെ, നീണ്ട 14 വർഷം കടന്നുപോയി പിച്ചളെ. ശിക്ഷാകാലാവധി കഴിഞ്ഞാലും ഇത്ര പെട്ടെന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് കരുതിയതല്ല. എന്തോ ഭാഗ്യത്തിന് ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കി വിട്ട പട്ടികയിൽ എന്റെ പേരും കടന്നുകൂടി. ബായി, ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. ബായി അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഉടനെ അവിടെത്താം. ധൃതി വെക്കേണ്ട പിച്ചളെ, പതുക്കെ വന്നാ മതി. ബായി ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞാ പിന്നെ എനിക്ക് ഇരിക്കെ പൊറുതി കിട്ടുമോ? ഞാൻ ഉടനെ എത്താ ബായി. ശരി പിച്ചളെ. എന്റെ മോളെ കുഞ്ഞുമണി, മോളെ സാറേ, എന്റെ മോള് സാറേ. എന്തു പറ്റി സാറേ? അറിയില്ല, സ്റ്റാർട്ടാവുന്നില്ല. ഞാനൊന്ന് നോക്കിയോട്ടെ. ഞാനൊരു ഡ്രൈവറായിരുന്നു സാറേ. വലിയ വണ്ടിയുടെയും ചെറിയ വണ്ടിയുടെയൊക്കെ വളയം പിടിച്ചിട്ടുണ്ട്. കുറച്ച് പണിയൊക്കെ അറിയായിരുന്നു. ഇപ്പം എല്ലാം മറന്നിരിക്കുക. ജയിലിൽ കയറിയ പിന്നെ നീണ്ട 14 വർഷം അങ്ങ് ഇരുട്ടിലായിപ്പോയി. നമുക്കറിയാവുന്ന പണിയൊന്നും ജയിലിൽ കിട്ടത്തില്ലല്ലോ സാറേ. ഈ തുറന്ന ജയിലിൽ ചെന്ന് കയറുന്നവർക്കൊക്കെ
വളയം പിടിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. 14 വർഷം ജയിലിൽ കിടന്നിട്ട് എന്തെങ്കിലും പുതിയ പണി പഠിച്ചോന്ന് ചോദിച്ചാൽ ഒന്നും പഠിച്ചില്ലെന്ന് തന്നെ പറയാം. പണി പഠിക്കാൻ വേണ്ടിയല്ലോ എന്നെപ്പോലുള്ളവർ ജയിലിൽ കയറുന്നത്. സംഭവിച്ചു പോയതാ സാറേ. ഞാനൊരു ജയിൽ പുള്ളിയായിരുന്നു എന്നറിഞ്ഞപ്പോൾ സാറൊന്ന് ഞെട്ടിയല്ലേ? അയ്യോ ഇല്ല, അങ്ങനൊരു ക്രിമിനൽ സ്വഭാവം ഞാൻ നിങ്ങളെ കാണുന്നില്ല. സാഹചര്യങ്ങളും സമൂഹമൊക്കെ തന്നെയല്ലേ സാറേ ഒരാളെ നല്ലവനും കുറ്റക്കാരനും ഒക്കെ ആക്കുന്നത്. ശരിയാ. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നവരോട് പിന്നെ ഈ സമൂഹത്തിന് വേറൊരു കണ്ണ. മരണം വരെ ഒറ്റപ്പെടുത്തി അങ്ങ് ശിക്ഷിച്ചു കളയും. ഞാൻ അങ്ങനെ ഒരാളല്ല. അയ്യോ, ഞാൻ പൊതുവെ പറഞ്ഞതാ സാറേ. ഞാൻ പറയുന്നതൊന്നും സാറ് കണക്കിലെടുക്കണ്ട. ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുന്ന ഏതൊരു പ്രതിയാണെങ്കിലും ഒരു മനുഷ്യനോട് മിണ്ടാനോ പറയാനുള്ള ഒരു അവസരം കിട്ടിയാൽ ചുമ്മാ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഇത്തിരി നേരം കൂടി ക്ഷമിക്കണം കേട്ടോ സാറേ. കൈ വെച്ചതുകൊണ്ട് എന്തായാലും നന്നാക്കിയിട്ടേ ഞാൻ പിന്മാറും. ഒരു കട്ടൻ കുടിക്കാം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു സാറേ. കുടിക്കുന്നേ സാറേ, പ്രോബ്ലം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. റേഡിയേറ്റർ ഓവർ ഹീറ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇനി സാറിന് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. എന്താ പേര്? എൻ്റെ പേര് മനസ്സിജൻ. കൊലക്കുറ്റമായിരുന്നോ? ആ, സാറത് കളഞ്ഞില്ലേ? നിങ്ങളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഒരു ജയിൽ പുള്ളിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാ സാറേ. കൊന്നതൊരു പെണ്ണിനെയാ. അവള് കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നവളാ. എന്നെ അവൾ ജീവിക്കാൻ സമ്മതിച്ചില്ല സാറേ. എന്നെ മാത്രമല്ല, എൻ്റെ പെണ്ണിനെയും എൻ്റെ കുഞ്ഞിനെയും കുടുംബക്കാരെയൊക്കെ അവൾ ദ്രോഹിച്ചു. എൻ്റെ ഭാര്യ ഒരിത്തിരി മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവളായിരുന്നു. ജന്മനാ ഉള്ളൊരു വൈകല്യം. പക്ഷേ അവളെനിക്ക് ജീവനായിരുന്നു സാറേ. അവൾക്ക് എന്നെയും. പാവത്തിന് കൊന്നവളോട് ഞാൻ എങ്ങനെയാ സാറേ ക്ഷമിക്കുന്നത്? എന്നെ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡിലാക്കിയിട്ടാ അവളെന്റെ കുട്ടിമണിയെ കൊന്നത്. ഒരു നട്ടപ്പാതിരയ്ക്ക് ജയിലിൽ ചാടിയിട്ടാ സാറേ ഞാൻ അവളെ കൊല്ലുന്നത്. അപ്പോ നിങ്ങളുടെ കുഞ്ഞ്? എന്റെയും കുട്ടിമണിയുടെയും കുഞ്ഞുമണി വയലൂരം വീട്ടിലെ മുത്തായിരുന്നു സാറേ. ഈ പിശാച് എന്റെ കുഞ്ഞിനോട് പോലും ദയ കാണിച്ചില്ല. ആരുടെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിച്ചു. അവസാനം അറിയാൻ കഴിഞ്ഞത് ആ കൈ മറിഞ്ഞ് എൻ്റെ കുഞ്ഞ് മറ്റാരുടെ കൈകളിലെത്തിയെന്നാണ്. ഇന്നെൻ്റെ കുഞ്ഞുമണി ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും എനിക്കറിയത്തില്ല സാറേ. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് അവളെ കണ്ടെത്തണം. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി എനിക്ക് ഇനി ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ സാറേ. ഞാൻ ആദ്യം സംശയിച്ചത് തന്നെയാ ശരി. നിങ്ങൾ നന്മയും സ്നേഹമുള്ള ഒരാളാണ്. നിങ്ങളെ ഈശ്വരൻ നിരാശപ്പെടുത്തില്ല. സാറേ, ഇനി ഇവനെ ഇറക്കില്ല. നിങ്ങളിത് വാങ്ങണം. അയ്യോ വേണ്ട സാറേ, ഇതിനും മാത്രമുള്ള പണിയൊന്നും ഞാൻ ചെയ്തില്ല. ഇത് സാറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ശരി. അതെ, ഇതിൽ എൻ്റെ നമ്പറുണ്ട്. എന്തെങ്കിലും സഹായം വേണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിക്കണം. ശരി സാറേ, താങ്ക് യു. ഭായ് ഭായ് പിച്ചളേ, എന്റെ മനസ്സിജൻ ഭായ് ഭായ് എന്റെ ഭായ് ഭായ് ഞാനൊന്നും നേരെ ചൊവ്വ കണ്ടോട്ടെ. ആ നശൂരത്തെ കൊന്നതിന്റെ പേരില് എന്റെ പ്രാണനെ പറിച്ചെടുത്ത് 14 കൊല്ലം ജയിലിലിട്ടത്. ഭായ് വാ, വന്നാ ഓട്ടോയിലോട്ട് കയറും. നമുക്ക് വയലോരം വീട്ടിലോട്ട് പോവാ ഭായ്.
ഈ ഓട്ടോയില് നമുക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങാം. അവിടുന്ന് ഒരു സൂപ്പർ ഫാസ്റ്റിൽ കയറിയിരുന്ന നാളെ വെളുക്കണേന്റെ മുന്നേ നമ്മൾ നാട്ടിലെത്തും. വാ ബായ്, നമുക്ക് വയലോരം വീട്ടിലേക്ക് പോവാ. ബാലേട്ടനും സീതേടത്തിയ അപ്പച്ചമ്മയൊക്കെ ബായെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുക അവിടെ. വേണ്ട പിച്ചളെ, തൽക്കാലം ഞാൻ വയലോരം വീട്ടിലേക്കില്ല. ഞാൻ പിച്ചളയുടെ വീട്ടിലേക്ക് വരാം. എനിക്ക് വീടോ? ബായി എന്തായി പറയണേ? പിച്ചള ഇന്നും ആ പഴയ പിച്ചള തന്നെയാ. വീണിടം വിഷ്ണു ലോകം. ഈ നാട്ടിൽ വന്ന് വീണിട്ട് കുറെ നാളായി. വീടെന്നല്ല, പെണ്ണുമില്ല, പെടക്കോഴിയില്ല. പിന്നെ പണ്ട് പഠിച്ചു വെച്ച ഒരു തൊഴിലറിയാവുന്നതിനെ കൊണ്ട് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോണു. തൊഴിൽ അത് തന്നെ, മോഷണം. പിച്ചളെ, ഇത് കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും ലോകമായി. അന്നും ഇന്നും ഈ പാവം പിച്ചള ഒരു അപ്പക്കഷ്ണം മാത്രം മോഷ്ടിക്കുന്നവനാണ്. ഒരു നല്ല ശിഷ്യനെ കിട്ടിയിട്ടുണ്ട്. അവൻ പകല് മുഴുവൻ കറങ്ങി നടന്ന് കയറാൻ പറ്റിയൊരു വീട് കണ്ടെത്തും. രാത്രി ഞങ്ങൾ അവിടെ കയറും. വിശുദ്ധന്മാരായ 2 കള്ളന്മാർ, ഞാനും എന്റെ ശിഷ്യനും. പിച്ചളെ, എന്താ ബായ്? എന്റെ കുഞ്ഞുമണിയെക്കുറിച്ച് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ പിച്ചളെ? ഇല്ല ബായ്. എന്റെ ഈ മോഷണം ഒരർത്ഥത്തിൽ കുഞ്ഞുമണീനെ തേടിയിട്ടുള്ള ഒരു അന്വേഷണം. പക്ഷേ ഇന്നേ വരെ കുഞ്ഞുമണിയുടെ ഒരു വിവരം കിട്ടിയിട്ടില്ല ബായ്. എന്റെ കുഞ്ഞ് ഈ മണ്ണിലൊന്ന് ജീവനോട് ഉണ്ടാവോ പിച്ചളെ? ബായ്, ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ബായ്, ബായ് വന്നേ. നെഞ്ചിലെ തീ അണയ്ക്കാൻ കഴിയുന്നൊരു സ്ഥലമുണ്ട്. നല്ല കാറ്റും വെളിച്ചുള്ളൊരു സ്ഥലം. അതാ ഈ നാട്ടിലെ എന്റെ താവളം. ബായ് വാ, വാ.